കഴിക്കാൻ പറ്റുന്ന ചിത്രം വരയ്ക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? യെസ്, ഐ ക്യാൻ. ഇന്നെൻ്റെ പണിപ്പുരയിൽ ഒരുങ്ങുന്നു ദ എഡിബിൾ ക്യാൻവാസ്. ഒരു സായം സന്ധ്യയിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ വഴിയോരത്ത് കൂടെ നടന്നു നീങ്ങുമ്പോൾ ഹസീന ആൻറ്റിയുടെ പടിപ്പുരയിലൂടെ ഏന്തി നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച അഹാന കൃഷ്ണക്കായി കാത്തിരിക്കുന്ന എഡിബിൾ ക്യാൻവാസ്. കണ്ടിട്ട് കൊതി തോന്നിയ ഞാൻ ചോദിച്ചിട്ട് തന്നില്ലെങ്കിലോ ശങ്കിച്ച് ആശയും കിശയിലിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വെച്ച് പിടിച്ചു ആമസോൺ അമ്മാവിന്റെ വീട്ടിലേക്ക്. ഒരു ക്യാൻവാസ് ഫ്രെയിം ഓർഡർ കൊടുത്ത് വീട്ടിലേക്ക്. സാധനം വന്നപ്പോഴാണ് അറിയണത് ക്യാൻവാസ് ഇല്ല, ഫ്രെയിം മാത്രം. ആമസോൺ അമ്മാവൻ തന്ന പണിയിൽ തളരാതെ അടുക്കള ചുവരിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന സെർവിങ് ട്രേ എടുത്ത് കുളിപ്പിച്ച് സുന്ദരിയാക്കി. എനിക്ക് വേണ്ട ക്യാൻവാസ് ഞാനങ്ങ് സെറ്റ് ചെയ്തു. ഇനി എന്റെ ക്യാൻവാസ് നിറയാൻ ചിത്രം വേണം. അതിനായി 3 തരം ചട്നികൾ അരച്ചെടുത്തു. വെള്ളം ലേശമില്ലാതെ ഓരോ ചട്നികളും അരച്ചെടുത്തു. ആദ്യത്തേത് തേങ്ങാ ചട്നി, രണ്ടാമത്തേത് മിന്റ് ചട്നി, മൂന്നാമത്തേത് ടൊമാറ്റോ ചട്നി. ഓരോരോ ചട്നിയും ക്യാൻവാസിൽ നിരത്തി ഞാൻ രചിച്ച ചിത്രത്തിന് വർണ്ണം കൂട്ടാനായി പുതിനയോടും നാരങ്ങയോടും സമ്മതം ചോദിച്ചു. അവയിൽ നിന്നും നേരത്തെ തണ്ടെടുത്ത് ചെടിയായി സങ്കല്പിച്ചു. ചെടിയായാൽ പൂ വേണമല്ലോ. പൂവായൊരുങ്ങി നാരങ്ങ. അടുക്കളയുടെ ചൂടിൽ ഉരുകുന്ന ചിത്രത്തെ പുതപ്പിട്ട് മൂടി ഫ്രിഡ്ജിലേക്ക്. ആ തണുപ്പിൽ 2 മണിക്കൂർ ഉറക്കം. ചിത്രം പൂർണ്ണം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.